അടുത്ത അതിഥിയെ നമുക്കിവിടേക്ക് ക്ഷണിക്കാം. പ്രശസ്ത കവയിത്രിയും സംഗീത ആരാധികയുമായ ശ്രീമതി റോസ്മേരി. എല്ലാവർക്കും അറിയാം, മാഷും റോസ്മേരിയും തമ്മിലുള്ള സൗഹൃദം. അതല്ലെങ്കിൽ സംഗീതത്തെ സ്നേഹിക്കുന്ന ഒരു എഴുത്തുകാരി എന്നുള്ള രീതിയിൽ എങ്ങനെയാണ്? ഈ ഗായകനെയും ഞാൻ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്, എൻ്റെ ഒരു പ്രിയപ്പെട്ട ജ്യേഷ്ഠനെ പോലെ. എങ്ങനെയാന്നൊക്കെ പറഞ്ഞാൽ ഞാനൊരു 3-4 വയസ്സൊക്കെ ഉള്ളപ്പോഴായിരുന്നു ലൈല മജ്നു ഫിലിം ഇറങ്ങിയത്. അന്ന് ഈ TV ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഈ സിനിമ നാടക ഗാനങ്ങളായിരുന്നു നമ്മുടെ പ്രധാന ഒരു ആകർഷണം. അപ്പോൾ ഈ ലൈല മജ്നുവിലെ ആ പാട്ടുണ്ടല്ലോ, ചുടുകണ്ണീരല്ല, അപ്പം അതിങ്ങനെ മരുഭൂമി കൂടെ ഖയാസ് ഇങ്ങനെ ലൈലയെ തിരിഞ്ഞിങ്ങനെ ഹൃദയമൊക്കെ തകർന്ന് പാടുമ്പോൾ നമ്മളെ ഭയങ്കരമായിട്ട് ആ പാട്ട് ഇങ്ങനെ ഒരു തീവ്ര ശോകമാണത്. തീവ്ര ശോകത്തിൻ്റെ ഒരു. അപ്പം അന്നൊന്നും നമുക്ക് ഈ സ്റ്റാർ നൈറ്റുകളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, TV ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ശബ്ദം മാത്രമാണ് നമ്മൾ കേൾക്കുന്നത്. പിന്നെ താമര തുമ്പി പാവ എന്നൊക്കെയുള്ള പ്രണയഗാനങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ കേട്ട് കേട്ട് നമുക്കൊരു അനുരാഗത്തോടെടുത്തൊരു ആരാധന തോന്നും. ഇപ്പം ഗുരുദത്തിനെ ഒക്കെ നമ്മളന്ന് ആരാധിച്ചിരുന്ന പോലെ എനിക്ക് ഒരുപാട് ആരാധനയും സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ സിനിമ മാസികയിലോ മറ്റോ വന്ന ചേട്ടൻ്റെ ഒരു പടം എൻ്റെ ഒരു നോട്ട്ബുക്കിൽ ഒട്ടിച്ച് വെച്ചിരുന്നു. പിന്നെ കുറേ നാൾ കഴിഞ്ഞ് ഞാൻ BA പഠിക്കാൻ തിരുവനന്തപുരത്ത് വന്നു. അപ്പോൾ പബ്ലിക് ലൈബ്രറിയിലൊക്കെ ഞാൻ പോകുമ്പോൾ ഇങ്ങനെ റോഡിൽ കൂടി ചേട്ടൻ ഇങ്ങനെ ഏകാഗിയായിട്ട് നടന്നു പോകുന്നത് കാണാം. അന്നൊന്നും നമുക്ക് പോയി മിണ്ടാനൊന്നും ധൈര്യമില്ല. പിന്നീട് കുറേ നാൾ കഴിഞ്ഞാണ് ഞാൻ ചേട്ടനെ നേരിൽ പോയി കാണുന്നതും സംസാരിക്കുന്നതൊക്കെ. എനിക്കൊന്നൊരു പുതുവർഷത്തിന് ഞാൻ ഉണ്ടാക്കിയ മുന്തിരി വീഞ്ഞൊക്കെ ആയിട്ട് ചേട്ടൻ്റെ അടുത്ത് വന്നല്ലേ. ഇനി അതിലേക്ക് കൂടുതൽ പറഞ്ഞതിന് മുമ്പ് ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ. സാധാരണ ആ പ്രായത്തിലുള്ള പെൺകുട്ടികൾക്ക് എല്ലാവർക്കും യേശുദാസ് ഒരു ഹരമായി, അല്ലെങ്കിൽ യേശുദാസിനെ ആരാധിച്ച് നടന്നിരുന്ന പെൺകുട്ടികളുടെ ഒരു കാലഘട്ടത്തിൽ യേശുദാസിനെ വിട്ടിട്ട് എന്തുകൊണ്ട് സാറിനെ തിരഞ്ഞെടുത്തു? അങ്ങനെ ഒരു ആരാധന തോന്നാനുള്ള ശോകത്തിനോട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് യേശുദാസ്. ഒരുപാട് ശോകഗാനങ്ങൾ പാടിയിരുന്നു. അതല്ല ഈ ചേട്ടൻ പാടുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്നോ, ഈ കഥാപാത്രം മറിഞ്ഞിട്ട് ചേട്ടൻ ഖയാസായി മാറുകയും അല്ലെ ആ ഒരു കഥാപാത്രമായി മാറുന്നൊരു അവസ്ഥ വരുന്നുണ്ട്. അത് ആ ശബ്ദത്തിൻ്റെ പ്രത്യേകതയാണ്. ഇവിടെ നേരത്തെ സംസാരിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞൊരു കാര്യം തന്നെയാണ്. ആ ശബ്ദത്തിൻ്റെ ഒരു ഘനഗാംഭീര്യത്തോടൊപ്പം തന്നെയുള്ള ഒരു ആർദ്രതയുണ്ടല്ലോ. അപ്പോൾ ആ ചെങ്ങമ്പുഴ മാറി നിന്നിട്ട് രമണനാണ് പാടുന്നത് നമുക്ക് തോന്നുന്നു. വെള്ളി നക്ഷത്രമൊക്കെ പാടുമ്പോൾ ഒരു വളരെ സബ്ലൈമായിട്ടുള്ളൊരു മെലങ്കളി. അത് കഥയുടെ മുഴുവൻ ഒരു രത്നച്ചുരുക്കം അല്ലെ, കഥാപാത്രത്തിൻ്റെ മുഴുവൻ ഒരു ജീവചരിത്രം പോലെ നമുക്ക് ആ പാട്ടുകളിൽ നിന്ന് പ്രതിഫലിക്കാറുണ്ട്. അപ്പോൾ വീഞ്ഞുമായിട്ട് പോയി എന്ന് പറഞ്ഞു. പിന്നീട് അന്ന് സാറ് വീഞ്ഞു കുടിച്ചിട്ട് ഫിറ്റായോ? അല്ല, ഇത് വളരെ നിർദോഷിയായ. അതുപോലെ ഈ ചേട്ടൻ്റെ പേഴ്സണാലിറ്റി തന്നെ ആകർഷിച്ച ഒരു ഘടകം ഈ ജീവിതത്തിനോടുള്ള ഒരു വളരെ പ്രകാശപൂർണമാക്കി ജീവിതത്തെ. ഇപ്പൊ തന്നെ നോക്കി ഈ കമ്മലൊക്കെ കണ്ടോ, ഒരു ചെറുപ്പക്കാരനെ പോലെ ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചായിരുന്നു. അത് അങ്ങനെ ഒരു അപാരമായ പോസിറ്റിവിറ്റി. അതുകൊണ്ടാണ് ഒരിക്കലും ഫ്രസ്ട്രേഷൻ ഒന്നുമില്ല. അദ്ദേഹം ശാന്തനാണ്, ഹാപ്പിയാണ് എല്ലാ കാര്യത്തിലും അല്ലേ. വെള്ളയമ്പലം റോഡുണ്ട് നമ്മുടെ തിരുവനന്തപുരത്തെ രാജവീതി. ആ റോഡിൽ മഞ്ഞ വാക്കുകൾ പൂത്ത് നിൽക്കാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഈ വസന്തം കഴിഞ്ഞാലും ചില ഇലച്ചില്ലകളുടെ ഇടയിൽ ഇങ്ങനെ മഞ്ഞ പൂങ്കുലകൾ തങ്ങി നിൽക്കും. അപ്പോൾ ഇപ്പോഴും ആ ഒരു യൗവനം ഇങ്ങനെ എവിടേക്കോ തങ്ങി നിൽക്കുന്ന ഹൃദയത്തിൽ. സാറിനെ കുറിച്ചുള്ള ഈ വാക്കുകൾ കേട്ടിട്ട് കമലൊരു സങ്കടമുണ്ട്. ചേട്ടൻ്റെ യൗവന കാലത്ത് ഞാൻ ചേട്ടനെ കണ്ടില്ലല്ലോ. ഞാൻ ചെറിയ കുട്ടിയായി പോയില്ലേ? അതെ അതെ അതെ, അത് നല്ലൊരു കോംപ്ലിമെൻ്റ് ആണ് സാർ. എന്തായാലും റോസ്മേരി സാറിൻ്റെ പാട്ടുകൾ ആരാധിക്കുന്ന, സാറിനെ ആരാധിക്കുന്ന വലിയൊരു ആരാധികയാണ്. അപ്പോൾ സാറിൻ്റെ മിക്കവാറും എല്ലാ പാട്ടുകളും അറിയായിരിക്കും അല്ലേ? ഏറ്റവും പ്രിയപ്പെട്ടൊരു പാട്ട് എന്താണെന്നൊന്ന് പറയാമോ? ചേട്ടൻ എനിക്ക് വേണ്ടി പാടിത്തരാൻ പോകുന്നൊരു പാട്ട് ഏതായാലും എനിക്കിഷ്ടമാണ്. താമര തുമ്പി വാ വാ താരാട്ടു പാടാൻ വാ വാ താളം പിടിക്കാം ഞാൻ കരൾ തമ്പുരു മീട്ടാൻ ഞാൻ വാ താമര തുമ്പി വാ. എപ്പോഴും സാറ് വരികളൊക്കെ ഓർത്ത് വയ്ക്കുന്നു എന്ന് പറയണത്
വലിയൊരു കാര്യമാണ്. കാരണം അന്നത്തെ പാട്ടുകളൊക്കെ അങ്ങനെ മനസ്സിൽ പതിഞ്ഞു വളരെ കിടക്കുന്നുണ്ടെന്നാണ്. പ്രശാന്തമായൊരു പ്രണയഗാന യുഗ്മഗാനം. ഇപ്പോൾ പഴയ പാട്ടുകളെക്കുറിച്ചും ആ പാട്ടുകളുടെ വരികളെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോഴാണ് അടുത്തൊരു അതിഥി അതുപോലെ സവിശേഷമായൊരു വ്യക്തിത്വമാണ്. അതായത് പഴയ പാട്ടുകളുടെ ഒരു എൻസൈക്ലോപീഡിയ എന്ന് പറയാവുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ് ശ്രീ സുരേഷ്. സുരേഷ്. അതെ, അദ്ദേഹത്തെ നമുക്ക് ക്ഷണിക്കാം. അടുത്തതായി ഇവിടെ എത്തുന്ന അതിഥി മാധ്യമ പ്രവർത്തകനും സംഗീതാസ്വാദകനുമായ ശ്രീ സുരേഷ്. ഞങ്ങൾ പരിചയപ്പെടുന്നതിന് തന്നെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. 83 നമ്മുടെ ഏഷ്യൻ ഗെയിംസ് ട്രിവാൻഡ്രത്ത് വരികയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഡോക്യുമെൻ്ററി ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് KSFDCയുടെ ഈ വോയിസ് ഹണ്ട് നടത്തിയിട്ട് എനിക്ക് എൻ്റെ ഫസ്റ്റ് കിട്ടിയായിരുന്നു. സെലക്ഷനായിട്ട് നിൽക്കുമായിരുന്നു. പക്ഷേ എന്നെക്കൊണ്ട് കമൻ്ററി ഒന്നും പറയിച്ചിട്ടില്ല. ആ ഒരു സമയത്ത് ഈ ഏഷ്യൻ ഗെയിംസിൻ്റെ കമൻ്ററി വന്നെങ്കിലും ഒരു ചെറുപ്പക്കാരനായ ഒരാളെ കൊണ്ട് പറയിക്കാൻ ധൈര്യമില്ലാത്തത് കൊണ്ട് ബാനിച്ചറിനെ വിളിച്ചാണ് പറയിച്ചത്. പക്ഷേ സംഘാടകർക്ക് അതിന് ശേഷം അതൊന്ന് തിരുത്തണം എന്ന് തോന്നി, എന്നെയാണ് വിളിച്ച് പറയിപ്പിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു ക്ലാഷിലൂടെയാണ് കൂടുതൽ അടുക്കുക. പക്ഷേ ചേട്ടൻ അത് മനസ്സിലൊക്കെ വളരെ വൃത്തിയായിട്ട് വെച്ചിരുന്നു. ഇതൊരു പയ്യൻ വന്ന് എൻ്റെ വോയിസ് മാറ്റി പറഞ്ഞ എടുത്തല്ലേ, പാട്ടിലൊക്കെ ആണെങ്കിൽ വലിയൊരു വിവാദ വിഷയമാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ ചേട്ടൻ എന്നെ വലിയ കാര്യമായിട്ട് പിന്നീട് ക്ഷണിച്ചത് ഈ ഓൾഡ് ഈസ് ഗോൾഡിൻ്റെ പ്രോഗ്രാമിനാണ്. അത് പിന്നെ ഒരു 4-5 വർഷങ്ങൾക്ക് ശേഷം സംഭവിച്ച കാര്യമാണ്. ഓൾഡ് ഈസ് ഗോൾഡിന് തന്നെ ഒരു ചരിത്രമുണ്ട് അല്ലേ ഏട്ടാ? ഉണ്ട്. ചലച്ചിത്ര പരിഷത്ത് എന്ന് വളരെ സ്ട്രോങ് ആയിരുന്നു. പ്രേം നസീറിന് ദീർഘകാലമായിട്ട് ഈ ഗവൺമെൻറ് തലത്തിൽ ഒരു ആദരവൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. പരിഷത്തിൻ്റെ പ്രസിഡൻറ്റ് KP ഉമ്മറായിരുന്നു അന്ന്. അപ്പോൾ പരിഷത്തുകാർ അത്തോണ്ട് അവാർഡ് കമ്മിറ്റിയിൽ നിന്ന് താരങ്ങൾ പങ്കെടുക്കുന്ന കാര്യം അവർ പിന്മാറിക്കളഞ്ഞു. അപ്പോൾ പെട്ടെന്ന് ഒരു പൊലിമയോടുകൂടി അന്നത്തെ അവാർഡ് നൈറ്റ് നടത്തണമെങ്കിൽ എന്താണ് ഇനി അടുത്ത മാർഗം അവർ ആലോചിച്ചപ്പോൾ ചേട്ടൻ സജസ്റ്റ് ചെയ്തു യേശുദാസ് ഉൾപ്പെടെയുള്ളവരെ വെച്ച് കാലഘട്ടങ്ങളിലൂടെ ഗാനങ്ങൾ ഓൾഡ് ഈസ് ഗോൾഡ് എന്ന രീതി, ഓൾഡ് ഈസ് ഗോൾഡ് എന്നൊരു ടൈറ്റിൽ ഇട്ടുകൊണ്ട് തുടങ്ങാണ്. അങ്ങനെയാണ് ഇത് അവതരിപ്പിക്കുന്നത്. എൻ്റെ വളരെ രസകരമായ സംഭവം, അന്ന് അവതാരകൻ ഭാസ്കരൻ മാസ്റ്ററായിരുന്നു ആദ്യത്തെ ഓൾഡ് ഈസ് ഗോൾഡ്. അപ്പോൾ ചേട്ടൻ എനിക്ക് പകർന്നു തന്ന ഒരു ആവേശം അവിടെ നിന്നാണ്. അപ്പം ഈ 1-2 പ്രോഗ്രാമൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ അടുത്ത പാട്ടിനത് എന്നുള്ള രീതിയിൽ നമ്മൾ അനൗൺസ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാൻ ചേട്ടനത് പറഞ്ഞു, ചേട്ടാ ഇതൊന്ന് പഠിക്കണം, പഠിച്ചാലേ കാര്യമാവുള്ളൂ. അപ്പോൾ അങ്ങനെ ONV ചെന്ന് സുരേഷ് കാണും എന്ന് പറഞ്ഞു. അങ്ങനെ ONV സാറിനെ ചെന്ന് കാണുന്നു. സാറ് ചരിത്രം പറഞ്ഞു തന്നു, വളരെ താല്പര്യപൂർവ്വം പറഞ്ഞു എന്ന് മാത്രമല്ല, ഞങ്ങൾ അഡ്വക്കേറ്റ് ജനാർദ്ദന കുറുപ്പ്, അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹമാണ് KPSCയുടെ ആദ്യം സൃഷ്ടിക്കുന്നതിലെ പ്രധാനപ്പെട്ട അഡ്വക്കേറ്റ് രാജഗോപാലൻ നായർ, ഇദ്ദേഹം കൂടെയാണ് KPSC ഉണ്ടാകുന്നത്. എൻ്റെ ഒരു 4-5 കാസറ്റ് നിറച്ചാണ് അതിൻ്റെ ഒരു ഇൻഫർമേഷൻ പറഞ്ഞു തന്നത്. ഒത്തിരി കാര്യങ്ങളുണ്ടായി അതിനകത്ത്. അപ്പോൾ അവിടെ നിന്ന് ചരിത്രം പഠിച്ച് പിന്നെ കേശവൻ പറ്റി, പിന്നെ നമ്മളോടൊപ്പം സഞ്ചരിക്കുന്ന KPSC സുലോചന, KS ജോർജ്, പിന്നീട് ശ്രീകുമാരൻ തമ്പി സാറ്. അപ്പോൾ ഇങ്ങനെ ഒരു ചരിത്രം പഠിച്ചിട്ടാണ് പിന്നീട് ഈ ഓൾഡ് ഈസ് ഗോൾഡ് വളരെ സജീവമായിട്ട് ഞാൻ അവതരിപ്പിക്കാൻ വന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അന്ന് ഒരു ഗാനമേള എന്ന് പറഞ്ഞാൽ ആരെങ്കിലും പുറയിൽ നിന്ന് ഒരു അടുത്ത പാട്ടെന്ന് പറയുന്ന സമ്പ്രദായം വിട്ടിട്ട് ഇതൊരു പ്രസൻറ്റേഷൻ സ്റ്റൈലിലോട്ട് കൊണ്ടുവന്നത് ഓൾഡ് ഈസ് ഗോൾഡാണ്. അതിനൊരു അവസരം തന്നത് ചേട്ടനാണ്. ഈ അവസരം തന്നു എന്നുള്ള വലിയ കാര്യത്തിനോടൊപ്പം ഞാൻ ഇന്നും അത് പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്, ഞാൻ ഇന്നും ഒരു വിദ്യാർത്ഥിയാണ് എന്നുള്ളതാണ് വലിയ കാര്യം. കാരണം പുതിയ തലമുറ ഈ പാട്ടുകൾ ഓർക്കാനായിട്ടുള്ളൊരു നിമിത്തമായിട്ട് അല്ലേ, ആ ഒരു ഇത് സാറിൻ്റെ ഒരു ദീർഘവീക്ഷണമായിരുന്നു സാർ അങ്ങനെ, അതോ അന്ന് യാദൃശ്യമായിട്ട് അങ്ങനെ ഒരു പരിപാടി തുടങ്ങിയതാണോ? യാദൃശ്യമല്ല, ദീർഘവീക്ഷണം തന്നെയായിരുന്നു. എനിക്ക് തോന്നുന്നു 1000-ലധികം വേദികൾ കേരളത്തിൽ ഉടനീളം, അന്ന് ഉത്സവപ്പറമ്പിലാണല്ലോ പ്രോഗ്രാം, ഇന്നത്തെ പോലെ ഷോസ് ഉണ്ടാവാറില്ല, പിന്നെ പ്രൈവറ്റ് പ്രോഗ്രാം ചിലപ്പോൾ അതിന്. അപ്പോൾ അതിൽ സജീവമായിട്ട് എല്ലാവരും ഉണ്ടായിരുന്നു. യേശുദാസ് അതിനോട് സഹകരിച്ചിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ ഒരു ന്യൂസ്. ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ചേട്ടൻ്റെ കീഴിലൊരു ട്രൂപ്പായിരുന്നു. പക്ഷേ എന്നൊക്കെ യേശുദാസിന് ആവശ്യമുണ്ടോ, ഇപ്പം കാർഗിൽ ഷോ നടത്തി, ചേട്ടൻ്റെ ഉത്തരവാദിത്തത്തിലാണ് നടത്തിയത്. അദ്ദേഹം യേശുദാസിനെ ക്ഷണിച്ചു, അദ്ദേഹം വന്നിരുന്നു, അദ്ദേഹം സജീവമായിട്ട് പങ്കെടുത്തിട്ടുണ്ട് അല്ലേ? അത് അങ്ങനെ അതൊരു തെറ്റായ ഇൻഫർമേഷൻ തീർച്ചയായിട്ടും. അതെ കാരണം അതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പലരും പറയുമ്പോൾ അല്ലെങ്കിൽ ഇൻ്റർപ്രറ്റ് ചെയ്ത് വരുമ്പോൾ വേറെ രീതിയിലേക്ക് പോകും. ചേട്ടൻ്റെ ഒരു ഫൗണ്ടേഷൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ തുടങ്ങിയപ്പോൾ നമ്മളൊരു 1 ഡേ പ്രോഗ്രാം ചെയ്തു. ഭയങ്കര രസകരമായിരുന്ന മലയാള ചലച്ചിത്ര സംഗീതം ഇങ്ങനെ മതിയോ എന്നൊരു ഡിസ്കഷൻ പോലും ഉച്ചയ്ക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ദാസേട്ടൻ വന്നൊക്കെ പങ്കെടുത്ത് വലിയ പൊലിമയോടുകൂടി തീർന്നതിന് ശേഷം സൂര്യകൃഷ്ണമൂർത്തിയൊക്കെ നമ്മൾ അഭിനന്ദിച്ചിട്ടുണ്ട്. ഇത്ര നല്ല വെൽ പ്ലാൻഡ് ആയിട്ട് പ്രോഗ്രാം തിരുവനന്തപുരത്ത് വേറെ നടന്നിട്ടില്ല. അന്ന് ദാസേട്ടൻ പറഞ്ഞു, ബാനേട്ട എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും വിളിച്ചോ, ഞാൻ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യത്തിന് വിട്ട് റിലവൻ്റ് അല്ല അത്.